സംസ്ഥാന വ്യാപകമായ ഓപ്പറേഷൻ തൂഫാൻ മയക്കുമരുന്നിനെതിരായ പോരാട്ടം നടക്കുകയാണ്. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയ്ക്കിടെ ഒരു പിടികിട്ടാപ്പുള്ളി ഇന്ന് അറസ്റ്റിലായി. വടകര സ്വദേശി കൊമ്പൻ നിയാസാണ് പയ്യാനക്കലിലെ വാടക വീട്ടിൽ വെച്ച ഡാൻസാഫിന്റെയും പന്നിയങ്കര പോലീസിന്റെയും പിടിയിലായത്. മുഹമ്മദ് ഷഹീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, ഇയാൾ പിടികിട്ടാപ്പുള്ളി എന്ന് പറയുന്നത് മയക്കുമരുന്ന് കേസിൽ തന്നെയാണോ, അതോ ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? അനശ്വര, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി പരിശോധന നടത്തുന്നതിനിടയിലാണ് പിടികിട്ടാപ്പുള്ളി പിടിയിലായത്. വടകര സ്വദേശി കൊമ്പൻ നിയാസാണ് പയ്യാനക്കലെ വാടക വീട്ടിൽ വെച്ച് ഡാൻസഫിന്റെയും പന്നിയങ്കര പോലീസിന്റെയും പിടിയിലായത്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച നിയാസിനെതിരെ 3 ലോങ് പെൻഡിംഗ് വാറന്റും 2 ജാമ്യം കിട്ടാത്ത വാറന്റും നിലവിലുണ്ട്. ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും എത്തിയ നിയാസ് കോഴിക്കോട് വാടക വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞ ഡാൻസർ സംഘവും പന്നിയങ്കര പോലീസും വീട് വളഞ്ഞാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇവരെ പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. വടകര പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഡാൻസഫിന്റെയും വിവിധ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ നേതൃത്വത്തിലുള്ള ലഹരി പരിശോധനയും പിടികൂടലുമൊക്കെ തുടരുകയാണ്. ഇന്ന് രാവിലെ തന്നെയാണ് മംഗലാപുരത്ത് നിന്നും കടത്തുകയായിരുന്ന 10 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ, ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി മംഗലാപുരം സ്വദേശിയെ തന്നെ കോഴിക്കോട് വെച്ച് പിടികൂടിയത്. തുടർച്ചയായി കോഴിക്കോട് ഇത്തരം പരിശോധനകളും പിടികൂടലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പിടികിട്ടാപ്പുള്ളി കൊമ്പൻ നിയാസ് വടകര സ്വദേശിയെ ഇപ്പോൾ ഡാൻസപ്പിന്റെയും പോലീസിന്റെയും പിടിയിലായിരിക്കുന്നത്.